അന്നപാനീയ ഭോഗാദികളിൽ നിന്നൊരു 30 ദിവസമെങ്കിലും വിട്ടുനിൽക്കാൻ നിനക്കായില്ല എങ്കിൽ നിന്റെ ആത്മവികാസത്തിൻ്റെ സാധ്യതകളെ അവിടെ അടച്ചു കളയുകയാണ് നീ. അത് പിന്നെ വളരില്ല. അത് പിന്നെ ഇന്നെങ്ങോട്ടാണോ മനുഷ്യൻ പോകുന്നത്? നോമ്പ് മറന്ന 30 ദിവസം പോയി ഒരു ദിവസം പോലും അന്നം ഒഴിവാക്കി ജീവിക്കാനാവാത്ത ലോകമാണ് ഇന്നത്തെ ലോകം. അക്രമത്തിൻ്റെ, അരാജകത്വത്തിൻ്റെ, കള്ളിൻ്റെ, പെണ്ണിൻ്റെ, കഞ്ചാവിൻ്റെ അക്രമങ്ങളുടെ കൂട്ടക്കൊലകളുടെ അടിമയായി അവരങ്ങ് മാറുകയാ. അവരല്ല, നമ്മുടെ മക്കൾ പോലും. നാം ഇന്ന് നോമ്പ് മറന്നപ്പോൾ, നമ്മുടെ മക്കൾ നോമ്പ് മറന്നപ്പോൾ അവരിന്ന് ലഹരിക്ക്, പെണ്ണിനടിമയാ. വ്യഭിചാരം തെറ്റാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ലഹരി തെറ്റാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിടിച്ചാൽ കിട്ടാത്ത കാളക്കൂറ്റനായി നോമ്പ് മറന്ന ഒരു സമുദായം മാറുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാറ്റിവെച്ചോളൂ. പക്ഷേ ഒരു മാസത്തിൽ മിനിമം നിങ്ങൾ അതെത്ര അധികമുണ്ടോ അത്രയും നിങ്ങളുടെ ആത്മസത്ത വളരും, നിന്റെ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണത പ്രാപിക്കും. അതുകൊണ്ട് മറ്റ് ദിവസങ്ങളിൽ ആ കള വീട്ടാതെ, ചില ആളുകൾ പറയാറുണ്ട് കള ഒന്നും വീട്ടണ്ടെന്ന്. കള വീട്ടണം. അള്ളാഹ് വെച്ചിരിക്കുന്ന ഈ കർമ്മ പരിപാടി യഥാസമയം പൂർത്തീകരിച്ചാക്കാനായില്ലെങ്കിൽ അത് കളാ വീട്ടുക തന്നെ വേണം. ഫൈദ്ദത്തുമിൻ അയ്യാമിൻ ഉഖർ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും വിഷമമല്ലേ? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ. അള്ളാഹു ഇതിലൂടെ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എളുപ്പമാക്കി തരികയാണ്. മനുഷ്യനാവുക, സ്വർഗം നേടുക, ആഖിറം ലക്ഷ്യമാക്കുക, മനസ്സിൻ്റെ കേട് തീർക്കുക. ശരീരത്തിൻ്റെ കേട് നിങ്ങൾ തീർക്കുന്നു, മനസ്സിൻ്റെ കേട് നിങ്ങൾ അറിയുന്നേയില്ല. ആ കേട് തീർക്കുക എന്ന ലക്ഷ്യത്തിൽ അള്ളാഹ് തരുന്ന എളുപ്പമാണ് ഇത്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. ഇത് നിങ്ങളെ കഷ്ടപ്പെടുത്തുകയല്ല. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ അറിഞ്ഞാൽ ഇത് എളുപ്പമാണ്. ലക്ഷ്യം അറിയാത്തവൻ ഇത് വിഷമമാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഇൻകുന്തും നിങ്ങൾ നോമ്പ് തന്നെ വെക്കുക. നിങ്ങൾ നോമ്പ് വെക്കാൻ പറ്റുന്നവർ നോമ്പ് വെക്കുക. ഇൻകുന്തും, അതാണ് ദാലിക്കും ഖൈറുൽ ലക്കും ഇൻകുന്തും തഅലമൂൻ. അതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ. നോമ്പ് എന്താ, എന്തിനാന്ന് അറിയാമെങ്കിൽ അതാ നല്ലത്. അറിയാൻ പാടില്ലാത്തവന് എന്തിനാണ് നോമ്പെന്ന് ചോദിക്കും. എത്രയോ പൊട്ടന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എന്തിനാണ് ഈ റമദാനിലെ ഈ പട്ടിണി, അല്ലേ? മുസ്ലിം പേരുള്ളവനും അല്ലാത്തവനും ഒക്കെ അവൻ അറിയില്ല ഈ ആത്മനിയന്ത്രണത്തിന് അങ്ങനെ ഒരു സാധനം അകത്തുണ്ട്. ഞാനൊരു മൃഗമാണ്. ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ അപജയം മനുഷ്യനെ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ അഭിമാനിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഡാർവിനിയൻ സിദ്ധാന്തം അവനെ ഒരു മൃഗമാണെന്ന് പറയാൻ നാണമില്ലാതാക്കിയതാണ്. ഒരു മൃഗമാണെന്നാണ് ഇന്ന് ഡാർവിനിയൻ സിദ്ധാന്തം പഠിപ്പിച്ചത്. നമ്മുടെ മക്കളൊക്കെ ഇന്ന് ആ വഴിക്കാ പോണേ. മക്കളൊക്കെ എങ്ങനെയാ പോണേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ പിഴയ്ക്കുക.